ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്ന പുതിയ ടാറ്റയുടെ പഞ്ച് ഫേസ് ലിഫ്റ്റിൻ്റെ ഇമേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം പഴയ വണ്ടി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പറഞ്ഞു വരുമ്പോൾ വണ്ടി മൊത്തം ക്യാമഫ്ലാജ് ഉണ്ട്, പക്ഷേ എന്നാലും നമുക്കങ്ങനെ അധികം വ്യത്യാസം തോന്നാത്തൊരു ഡിസൈൻ ആയിരുന്നു. ഏതായാലും ഇപ്പോൾ സിയറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ലീക്സ് വന്നപ്പോഴേക്കും കുറച്ചൊക്കെ വ്യത്യാസം ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലും പഞ്ച് EV ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് എന്ന് പറയാം. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ നോക്കുകയാണെങ്കിലും DRLs കുറച്ചും കൂടി സ്ലിം ആയതുപോലെ ഉണ്ട്. മറ്റേതിനകത്ത് ഒരു ഇത്തിരി വലിപ്പ കൂടുതലുള്ള DRLs ആയിരുന്നു, പിന്നെ കണക്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഏതായാലും ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും കണക്റ്റഡ് DRLസിൻ്റെ ഒരു പ്രൊവിഷൻ വന്നതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ DRLസിൻ്റെ ഡിസൈൻ ചെറുതായിട്ടൊന്ന് സ്ലിം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ലാമ്പ്സിൻ്റെ ആ ഒരു ഡിസൈനും മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു ഇത്തിരി സർക്കുലർ അല്ലെങ്കിൽ ഒരു ഓവൽ പോലത്തെ ഒരു ഫിനിഷിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഹാലജൻ ലൈറ്റ്സ് ആയിരുന്നു. നോർമൽ പഞ്ച് EVയിൽ നമുക്ക് LED ഹെഡ് ലൈറ്റ്സ് കിട്ടുമായിരുന്നു, നെക്സോണിലും കർവിലൊക്കെ ഉള്ളതുപോലെ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള LED ലൈറ്റിംഗ് സെറ്റപ്പിലോട്ട് ഈ വണ്ടി മാറിയിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് പഞ്ച് EVയിലുള്ളതുപോലത്തെ ആ സെയിം സെറ്റപ്പ് പോലെ തോന്നിയില്ല. പക്ഷേ ടിയാഗോ EVയിൽ അവർ കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൻ്റെ അകത്ത് LED ലൈറ്റ്സ് കൊടുത്തായിരുന്നു. ഏകദേശം അതിൻ്റെ അകത്തുള്ളതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ലൈറ്റ്സ് ഉണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ അതല്ലാതെ ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് ഫ്രണ്ടിൽ. പിന്നെ നിങ്ങൾ നോക്കിയാൽ മിററിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു ബൾജിങ്ങും കാണാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി 360 ക്യാമറയുടെ തന്നെയാണ്. സൈഡിൽ നോക്കിയാലും ആ ഒരു സംഭവം ഉണ്ട്. ഇനി സൈഡിൽ അഗൈൻ വരികയാണെങ്കിൽ നമുക്ക് അലോയ് വീൽസിൻ്റെ കാര്യത്തിൽ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം അവർ വണ്ടിയുടെ പഴയ അലോയ്സ് ഇട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പം കുറച്ച് താഴത്തെ വേരിയൻസിൽ പഴയ അലോയ്സ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ കാണുന്ന ഇത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വീൽസ് തന്നെയാണ് വരുന്നത്. ഇതാണ് അലോയ്സ് എങ്കിൽ ആ കണക്ട് ചെയ്യുന്ന നടുവിലുള്ള പാറ്റേൺ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഇനി ഇതല്ല വീൽസ് എങ്കിൽ കുഴപ്പമില്ല. ഇതല്ല വീൽസ് എങ്കിൽ എന്ന് പറയാൻ കാരണം ചില സമയത്ത് ടാറ്റ സ്റ്റൈലൈസ്ഡ് സ്റ്റീൽ വീൽസ് പോലത്തെ സംഭവം കൊടുക്കാറുണ്ട്. അതായത് സംഭവം ബേസിക്കലി സ്റ്റീൽ വീൽസ് ആയിരിക്കും, പക്ഷേ അതൊരു ഡിസൈനിലായിരിക്കും വരുന്നത്. അതിൻ്റെ മുകളിൽ അലോയ്, അതായത് വീൽ ക്യാപ്പിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് അലോയ് അല്ലെന്ന് മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. ബാക്കിയല്ലാത്ത സൈഡിൽ പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ എല്ലാം സിപ്പിലർ മോഡലാണ്. നോർമൽ ഡോർ ഹാൻഡിൽസ് ഇപ്പോഴും കൺവെൻഷണൽ ആ ഒരു ഫിനിഷിൽ തന്നെയാണ് വരുന്നത്, അല്ലാതെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് പഞ്ച് EVയിൽ ഹാരിയർ EVയുടെ മിറേഴ്സാണ് കിട്ടിയത്, ഹാരിയറിൻ്റെ മിറേഴ്സാണ് കിട്ടിയത്. അതും ഇതിനകത്ത് വന്നിട്ടില്ല, നോർമൽ പഞ്ചിൻ്റെ മിറേഴ്സാണ്. ഇനി റിയറിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. നേരത്തെ അതായത് പുതിയ ഫോട്ടോയിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് നോക്കിയാലും കാണാം, കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം അൾട്രോസിലൊക്കെ കിട്ടുന്ന പോലെ മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് പാനലാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് തീർച്ചയായും ലൈറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ലൈറ്റ് ഇല്ല എങ്കിൽ പോലും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് വരുമ്പോഴേക്കും ബാക്കിൽ ഒരു കണക്റ്റഡ് എലമെൻ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ വരുന്ന പഞ്ചിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2 ലൈറ്റ്സ് ആണ്. ആൻഡ് പേഴ്സണലി എനിക്ക് പഞ്ചിൻ്റെ റിയർ ഡിസൈൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നുള്ള കാര്യം. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിയറയിലും അതുപോലെ നെക്സോണിലും കർവിലില്ല സിയറയിലും നെക്സോണിലും കണ്ടൊരു പുതിയ ഫീച്ചറാണ് വിൻഷീൽഡ് വൈപ്പർ ബാക്കിൽ മുകളിൽ ഹൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതെന്തായാലും ഈ വണ്ടിയിൽ ഇപ്പോഴും വന്നിട്ടില്ല, സാധാരണ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിനെ പറ്റി സാഡ്ലി നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കുറച്ച് സ്പൈ ഷോട്ട്സ് ഇതിന് മുന്നേ വന്നായിരുന്നു, പക്ഷേ അതിൽ സത്യം പറഞ്ഞാൽ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ സെയിം ആയിരുന്നു. സാധാരണ ഒരു ഫേസ് ലിഫ്റ്റ് വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണുന്നത് അത്രയും മിനിമലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ഈ കാണുന്ന 10.25 ഇഞ്ചസിൻ്റെ പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു അപ്ഗ്രേഡ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ സൺറൂഫും കിട്ടുന്നുണ്ട്. ആകെപ്പാടെ ചേഞ്ച് ആയിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മാറി. അതുപോലെ 360 ക്യാമറ ഇനി നമുക്ക് കിട്ടും. മിക്കവാറും മീറ്റർ കൺസോളും മാറുമായിരിക്കും. അത് 10.25 ഇഞ്ചസിൻ്റെ ആവോ എന്നറിയില്ല, പക്ഷേ ഏതായാലും അതിനകത്ത് ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ അൾട്രോസിനും മിഡിൽ വേരിയൻസിലൊക്കെ വരുന്ന ഒരു ക്ലസ്റ്ററിലേക്ക് പോയേക്കാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് കാണാൻ പറ്റുന്ന ചേഞ്ചസ്. അവർക്ക് വേണമെങ്കിൽ ഡാഷ്ബോർഡ് ഡിസൈൻ കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടൊന്ന് മാറ്റായിരുന്നു. കാരണം അൾട്രോസ് ഫേസ് ലിഫ്റ്റിൽ ടാറ്റ ഇതുപോലല്ല ചെയ്തതിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എക്സ്റ്റീരിയർ ഡിസൈനിലും നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. ഇൻറ്റീരിയർ ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഡാഷ്ബോർഡിൻ്റെ എലമെൻറ്റ്സ്, ലേഔട്ട്സ് എല്ലാം ബേസിക് ഡിസൈൻ സെയിം ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് അവർ കുറച്ച് ചെറിയ നല്ല ട്വീക്സ് വരുത്തി. അപ്പോൾ നമുക്ക് ആ ഒരു പുതിയൊരു റിഫ്രഷ്മെൻറ്റ് വന്നായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ അതിൽ ഒരു വ്യത്യാസമില്ല, സെയിം എക്സാക്റ്റ് ആ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ പിന്നെ മാറിയത് അത്ര വലിയൊരു ചേഞ്ച് ഒന്നും അല്ലല്ലോ. അതായത് കൂടുതൽ ആൾക്കാർക്ക് പഴയ സ്റ്റിയറിംഗ് വീലാണ് ഹോൾഡ് ചെയ്യാനും പിടിക്കാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇഷ്ടം. അല്ലാതെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ പുതിയ സ്റ്റിയറിംഗ് ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിൽ ബേസിക്കലി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിൽ ഒരു വ്യത്യാസമില്ല. പ്ലാറ്റ്ഫോം സെയിം ആണ്. അതുപോലെ തന്നെ എഞ്ചിൻ ആണെങ്കിലും 1.2 എന്ന പെട്രോൾ എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. BS 6.2 ആയപ്പോഴേക്കും അത്യാവശ്യം പണ്ടത്തെ ആ ഒരു ഭയങ്കര ഹാർഷ്നെസ്സും വൈബ്രേഷൻസും സംഭവങ്ങളൊക്കെ നന്നായിട്ട് അവർ കുറച്ചു. പക്ഷേ സ്റ്റിൽ ഭയങ്കര പവർഫുൾ ഒന്നും അല്ല. ഓൺ പേപ്പർ നമുക്ക് 86 PS പവറും 115 Nm ടോർക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ 0-100 എപ്പോഴും 16-17 സെക്കൻഡ്സിനടുത്തൊക്കെ എടുക്കും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 18+ സെക്കൻഡ്സിനടുത്ത് എടുക്കും. സോ വണ്ടി ഒരു രീതിയിലും ഫാസ്റ്റ് അല്ല. പക്ഷേ അഗെയിൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇലക്ട്രിക് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. പവർ വേണമെങ്കിൽ അത് എടുക്കാം. കുറച്ചധികം എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ.
ഇനി അതല്ല എഫിഷ്യൻസി കൂടുതൽ വേണമെങ്കിൽ CNG മോഡൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്തും നമുക്ക് സൺറൂഫ് ഉള്ള മോഡലുണ്ട്. അതൊക്കെ ടാറ്റ കുറച്ച് കാലം മുന്നേ തന്നെ ഇറക്കിയതാണ്. ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഉള്ള CNG ഇതിൻ്റെ അകത്ത് കിട്ടുന്നതുകൊണ്ട് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ വണ്ടിയിൽ ഇപ്പോഴും ടർബോ പെട്രോൾ വരുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഡീസൽ വരുന്നതിനെ പറ്റിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. സത്യം പറഞ്ഞാൽ അൾട്രോസിൻ്റെ ആൽഫ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഡീസലുണ്ട്. സോ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ അവർക്ക് ഡീസൽ കൊടുക്കാമായിരുന്നു. ടാറ്റ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, കൊടുക്കണ്ടെന്ന് വിചാരിച്ച്. അൾട്രോസ് ആണ് ഇപ്പോൾ ആകെപ്പാടെ എൻ്റെ സെഗ്മെൻറ്റിലാകെ ഡീസൽ ഓഫർ ചെയ്യുന്നൊരു വണ്ടി. ഇനിയിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ ആര് വാങ്ങാനായെന്ന് വിചാരിച്ചായിരിക്കും കൊടുക്കാത്ത. പക്ഷേ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. എനിവേ ടർബോ പെട്രോളും അതുപോലെ തന്നെ ഇതിന് പവറില്ല എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ടാറ്റ പറഞ്ഞാണ് ടർബോ പെട്രോൾ നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുമെന്ന്. പക്ഷേ അൾട്രോസിൽ ടർബോ കൊടുത്തു, ആദ്യം ടർബോ കൊടുത്തു, ആരും വാങ്ങിയില്ല. പിന്നെ റേസർ ഇറക്കി, അതും ആരും വാങ്ങിയില്ല. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് അൾട്രോസിലും ടർബോ ഇല്ല. അതുകൊണ്ടായിരിക്കണം അവർ ഈ വണ്ടിയിൽ ടർബോ കൊടുത്ത് ഇനിയും ഒരു പരീക്ഷണത്തിന് മുതിരാത്തത്. അതും അഗൈൻ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയും. കാരണം ഒരുപാട് ആൾക്കാർ ഈ വണ്ടിയിലും ടർബോ ഒന്നും വാങ്ങാൻ പോകുന്നില്ല. ഈ ഒരു നോർമൽ പെട്രോൾ തന്നെ സാധാരണക്കാരന് ധാരാളമാണ്. സോ അതാണ് പഞ്ചിൻ്റെ കാര്യം. ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒന്നെങ്കിൽ ഡിസംബർ അവസാനം ആകുമ്പോഴേക്കും ഒരു പ്രിവ്യൂ, അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും ലോഞ്ച്. അതാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.